മാത്രമല്ല തിരുവത്താഴം തടയുകയും സ്നാനം തടയുകയും വിവാഹം തടയുകയും ചെയ്യുന്നത് പോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ അത് പാപമാണ്, ശിക്ഷാവിധി വിളിച്ചു വരുത്തും എന്നുള്ളതിന് ഒരു സംശയം. അല്ല, പ്രായോഗികമായി നല്ല കാര്യം നമ്മുടെ ആത്മീയ സമൂഹത്തിൻ്റെ തനിമയെ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരിക്കില്ലേ ഇത് വർജിക്കണമെന്ന് പറയുന്നത്. വിശ്വാസികളുടെ ഈ ആഭരണ വർജനം കേരളത്തിൽ മാത്രമായിട്ടാണ് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണിത് ലോകവ്യാപകമായിട്ട് ആഗോള വേർപാട് സമൂഹങ്ങളിൽ അംഗീകരിക്കപ്പെടാത്തതിന് കാരണം? ദൈവകോപം ഉണ്ടായതിനാൽ ഇസ്രായേൽ മക്കൾ പിന്നീട് ആഭരണങ്ങൾ ധരിച്ചില്ല, അവർ ആഭരണം കുഴിച്ചിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആഭരണത്തെ വെറുക്കുന്നത് കൊണ്ടല്ലേ അവരത് കുഴിച്ചിട്ടത്? അപ്പോൾ ദൈവം വെറുക്കുന്നതിനെ ദൈവത്തിൻ്റെ മക്കളും വെറുക്കേണ്ട ആവശ്യകതയില്ലേ? ഇന്ന് കേരളത്തിലെ വേർപെട്ട സഭകളിലെ ബഹുഭൂരിപക്ഷം പ്രഭാഷകരും വേദാധ്യാപകരും ആഭരണവർജനം ഒരു പുതിയ നിയമ ഉപദേശമായി പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആഭരണം ധരിക്കുന്നത് ഒരു പാപമായിട്ടാണ് പൊതുവെ എല്ലാവരും ധരിക്കുന്നത്. എനിക്കറിയാനുള്ള കാര്യം, യഥാർത്ഥത്തിൽ ആഭരണവർജനം എന്നുള്ളത് ഒരു പുതിയ നിയമ ഉപദേശമാണോ? ഇതൊരു അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ ഭാഗമാണോ? എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത? തീർച്ചയായിട്ടും ഇതൊരു പുതിയ നിയമ ഉപദേശമേ അല്ല. ഇതിനെ അങ്ങേയറ്റം വിളിക്കാമെങ്കിൽ ഒരാചരണം എന്ന് മാത്രം വിളിക്കാം. ഒരാചരണം എന്ന് പറയുന്നത് ഏതോ മനുഷ്യർ അവർ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണ് എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആചരണമെന്ന് പറയുന്നത്. നമ്മൾ തിരുവചനത്തിൽ അനേക സ്നാനങ്ങൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലുണ്ട്, 8-ാം അധ്യായത്തിൽ ഷണ്ണൻ്റെ സ്നാനമുണ്ട്, പൗലോസിൻ്റെ സ്നാനമുണ്ട്, അതുപോലെ ലൂദിയയുടെ സ്നാനമുണ്ട്. ഇങ്ങനെ പലരുടെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്തും ആഭരണം മാറ്റുന്നത് ഒരു കണ്ടീഷനായിട്ട് പറയുന്നേയില്ല. ഷണ്ണനോടാണെങ്കിൽ പറയുന്നത് നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അതിനപ്പുറം ഒരു കണ്ടീഷൻ സ്നാനത്തിനായിട്ട് ദൈവവചനം വെച്ചിട്ടില്ല. മാത്രമല്ല യേശുക്രിസ്തു ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ, അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-20 ഭാഗങ്ങളിൽ അവിടെ സ്നാനത്തിനായിട്ട് ഇങ്ങനെയുള്ളൊരു കണ്ടീഷനെ പറയുന്നില്ല. വചനം പഠിപ്പിക്കുക, അവരെ വചനത്തിൽ വളർത്തിക്കൊണ്ടുവരിക, ശിഷ്യന്മാരാക്കുക, സ്നാനപ്പെടുത്തുക. ഇതല്ലാതെ ആഭരണവർജനം ഒരു ഉപദേശമായിട്ട് നമ്മൾ ബൈബിളിൽ എങ്ങും കാണുന്നില്ല. അതൊരു അപ്പോസ്തോലിക ഉപദേശമോ പുതിയ നിയമ ഉപദേശമോ ബൈബിളിക ഉപദേശമോ അല്ല. ആഭരണ വിഷയം ഒരു അടിസ്ഥാന ഉപദേശ വിഷയമോ അടിസ്ഥാന ഉപദേശ ഉപശാഖയിലോ ഉള്ളതല്ല എന്ന് ഇന്ന് നമ്മുടെ ഇടയിലുള്ള വേർപാട് സഭയിലുള്ള ബൈബിൾ സ്കൂളിൻ്റെ ഒരു പ്രിൻസിപ്പളായിരിക്കുന്ന ദേവദാസൻ എന്നോട് പറയുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. പക്ഷേ ഇത് വലിയൊരു അടിസ്ഥാന ഉപദേശത്തെക്കാളും വലിയ ഉപദേശമായിട്ടാണ് വേർപാട് സഭകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗ്രഹിപ്പാനും ഇടവന്നു. സ്നാനത്തിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. സ്നാനപ്പെടാൻ ആഗ്രഹിച്ച ഷണ്ണൻ ഫിലിപ്പോസിനോട് വെള്ളം കണ്ടപ്പോൾ എനിക്കിപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ സ്നാനപ്പെടുത്തിയില്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുക എന്നുള്ള ഒറ്റ കണ്ടീഷനല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ദൈവവചനത്തിൽ കാണുന്നേയില്ല. മാത്രമല്ല മറ്റൊരു പ്രസിദ്ധനായിരിക്കുന്ന മലയാളിയായിരിക്കുന്ന ഒരു ബൈബിൾ ടീച്ചർ, ഇന്ന് താൻ അമേരിക്കയിലാണ്, എന്നെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടർ കൾട്ടാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ചിന്തനീയമായ ഒരു വിഷയമായിരുന്നു. രക്ഷയും ആഭരണവർജനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവല്ല ആഭരണവർജനം എന്നാണ് VM ജോൺ സാറുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായത്. സാറെന്ത് പറയുന്നു അതിനെക്കുറിച്ച്? രക്ഷിക്കപ്പെടുന്നതിന് ആഭരണവർജനം ഒരു കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ ഒരു നിബന്ധനയായിട്ട് ബൈബിളിൽ പറയുന്നേയില്ല. വാസ്തവത്തിൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ആ ആൾ ഒരു പാപിയാണെന്നുള്ള ബോധ്യം വരണം. അതാണ് ഒന്നാമത്തെ പടി. അത് ഏതൊരു മനുഷ്യനും എൻ്റെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് സ്വയം പരിശോധന നടത്തിയാൽ
ആ തീരുമാനത്തിലേക്ക് വരിക തന്നെ ചെയ്യും. നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ അത് വേറൊരാളെ കാണിക്കാൻ കൊള്ളുന്നതായിരിക്കത്തില്ല. അതിനകത്ത് കോപവും ക്രോധവും ശാഠ്യവും തൊന്നപക്ഷവും മ്ലേച്ഛമായ ചിന്തകളും എല്ലാം കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യസന്ധനായ ഒരു മനുഷ്യന് താൻ പാപിയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ഒന്നാമത്തെ പടി ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കണം. രണ്ടാമത്തെ പടി അതിനെക്കുറിച്ച് ദുഃഖം തോന്നണം. നമുക്കറിയാം പല ഗുണ്ടകളുമൊക്കെ കൊലപാതകമൊക്കെ നടത്തിയതിനെക്കുറിച്ച് പിന്നെ പ്രശംസിച്ച് പറയാറുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ അത് പറ്റത്തില്ല. അയ്യോ ഞാനൊരു പാപിയാണ്, ഞാൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ സ്വഭാവം തന്നെ ഒരു പാപ സ്വഭാവമാണ്, ഞാൻ ചെയ്യുന്നത് മുഴുവൻ പാപപ്രവൃത്തികളാണ്, ഐ എം സോറി അബൌട്ട് ഇറ്റ്, എനിക്കതിനെക്കുറിച്ച് ദുഃഖമുണ്ട് എന്ന് ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ എനിക്ക് പകരമായിട്ട് യേശുക്രിസ്തു അനുഭവിച്ചു എന്ന് അംഗീകരിക്കണം. ഞാനൊരു പാപിയാണ്, എനിക്ക് നിത്യനരകമായിരുന്നു ശിക്ഷാവിധി, എനിക്ക് പകരമായിട്ട് യേശുക്രിസ്തു ശിക്ഷ അനുഭവിച്ചു എന്ന് വിശ്വസിക്കണം. നാലാമതായിട്ട് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം. യേശുക്രിസ്തു എനിക്കായിട്ട് മരിച്ചതുകൊണ്ട് ഇനിയും ഈ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജീവിച്ചുകൊള്ളാമെന്നുള്ള തീരുമാനമാണ് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ട ആളാണ്. ആ ആൾ പിന്നെ ജീൻസ് ഇടുന്നുണ്ടോ, ബനിയൻ ഇടുന്നുണ്ടോ, ആഭരണം ഇടുന്നുണ്ടോ, മീശ വയ്ക്കുന്നുണ്ടോ, താടി വയ്ക്കുന്നുണ്ടോ, ഇതൊന്നും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമേ അല്ല. രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളം യേശുക്രിസ്തുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ സാക്ഷ്യത്തിൽ നിന്നാണ്. വിശ്വാസികളുടെ ഈ ആഭരണ വർജനം കേരളത്തിൽ മാത്രമായിട്ടാണ് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ ലോകമെമ്പാടുമുള്ള മറ്റ് സുവിശേഷ വിഹിത സഭകളിലോ ഇതൊരു ഉപദേശമായി പഠിപ്പിക്കപ്പെടുന്നില്ല. കേരളത്തിൽ മാത്രമാണ് പഠിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണിത് ലോകവ്യാപകമായിട്ട് ആഗോള വേർപാട് സമൂഹങ്ങളിൽ അംഗീകരിക്കപ്പെടാത്തതിന് കാരണം? കേരളത്തിലെ ചില വേദ അധ്യാപകർ പറയുന്നത് കേരളത്തിലുള്ള പിതാക്കന്മാർക്ക് ലഭിച്ച ഒരു പ്രത്യേക പ്രകാശനമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പൊതുവെ ഈ നാളുകൾ അറിയപ്പെടുന്നത് കേരള ബ്രദറൻ എന്നാണ്, അല്ലെങ്കിൽ കേരള വേർപാട്, കേരള പെന്തിക്കോസ്ത്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കും. ഒരിക്കലും ദൈവം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ഇങ്ങനൊരു പ്രകാശനം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. മാത്രമല്ല, ബ്രദറൻ എന്നുള്ള നിലയിൽ തന്നെ എക്സ്ക്ലൂസീവ് ബ്രദറിനുണ്ട്, ഓപ്പൺ ബ്രദറിനുണ്ട്. അതുപോലെ മറ്റൊരു ബ്രദറൻ കൂട്ടവും ഉണ്ടെങ്കിൽ, ഞാനൊരു ദൈവദാസനോട് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞ് ഞാൻ കേരള ബ്രദറിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ കേരള ബ്രദറിനായിരിക്കുന്ന ലോകവ്യാപകമായിട്ടുള്ള ഒരിടത്തും ഇതൊരു വിഷയവുമല്ല. മാത്രമല്ല, ഇവിടെ പഠിപ്പിക്കുന്നവർ കേരളത്തിന് വെളിയിൽ പോയാൽ ഈ ഒരു പഠിപ്പിക്കൽ ഇല്ലതാനും ആവരണം ധരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് പോകുന്ന നിലയുമാണ് കാണുന്നത്. ജോണിച്ചാൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനതിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ചുകൂടെ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആഭരണവർജനം അനുഷ്ഠിക്കുന്ന ബ്രദറുകാരല്ലാത്ത, ബന്ധക്കോസുകാരല്ലാത്ത, അല്ലെങ്കിൽ വേർപെട്ട സമൂഹങ്ങളല്ലാത്ത അനേക സമൂഹങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ബ്രഹ്മകുമാരീസ് എന്നും പറഞ്ഞ് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ആഭരണവർജനം ആചരിക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ സുഫി വിഭാഗത്തിൽപ്പെട്ട പലരും ആഭരണം വർജിക്കുന്നവരാണ്. ജൈന വിഭാഗങ്ങളിലൊക്കെ പെട്ട അനേകരും ആഭരണം വർജിക്കുന്നവരാണ്. അപ്പം ആഭരണവർജനം ബൈബിളിൽ നിന്ന് വന്നതേ അല്ല. ഏതോ മനുഷ്യർക്കൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് ഉൽപ്പാദിതമായ ഒരു ഉപദേശമാണ്. അത് വിശ്വാസികൾ പോലും അല്ലാത്ത, വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന പലരും സ്വീകരിച്ചിട്ടുള്ള ഒരു ഉപദേശം കൂടാ. അപ്പം വാസ്തവത്തിൽ ഈ ആഭരണവർജനം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ബൈബിളിക അടിസ്ഥാനമൊന്നുമില്ല. അത് പലപ്പോഴും പലരും ഒരു വിശുദ്ധിയുടെ അടയാളമായിട്ടും രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ടുമൊക്കെ സ്വീകരിച്ച് വലിയ പ്രശംസാ വിഷയമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പഴയ നിയമത്തിൽ ആഭരണധാരണം പലപ്പോഴും ദൈവജനത്തെ വിഗ്രഹാരാധന എന്ന തെറ്റിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവകോപം ഉണ്ടായതിനാൽ ഇസ്രായേൽ മക്കൾ പിന്നീട് ആഭരണങ്ങൾ ധരിച്ചില്ല, അവർ ആഭരണം കുഴിച്ചിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു.
അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആഭരണത്തെ വെറുക്കുന്നത് കൊണ്ടല്ലേ അവരത് കുഴിച്ചിട്ടത്? അപ്പോൾ ദൈവം വെറുക്കുന്നതിന് ദൈവത്തിൻ്റെ മക്കളും വെറുക്കേണ്ട ആവശ്യകതയില്ലേ? പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമാണ്, അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച വിഷയം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന കൊലത്തൊഴിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അബ്രാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്നൊരു കാര്യം, അബ്രഹാമിൻ്റെ ഭവനത്തിൽ ആഭരണം ഉണ്ടായിരുന്നു, വിഗ്രഹം ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ്. സാറ ആഭരണം ധരിച്ചതായിട്ട് കാണുന്നില്ലെങ്കിലും ഇസ്ഹാക്കിന് വേണ്ടി റിബേക്കയ്ക്ക് കൊടുത്തുവിട്ടതിൻ്റെ ലിസ്റ്റ്, ആഭരണ വിഷയം കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം എന്നത് വളരെ വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ദീർഘവർഷങ്ങൾ അടിമവേല ചെയ്തതിന് ശേഷം മോശയിലൂടെ ആ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായിട്ട് മോശയെ നിയോഗിച്ചപ്പോൾ ഒടുവിൽ പറഞ്ഞതാണ്, ശക്തമായൊരു കൽപ്പനയായിരുന്നു, മിസ്രൈമരോട് വെള്ളി ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ച് വാങ്ങി, അത് പെട്ടിക്കകത്ത് വെക്കാനല്ല പറഞ്ഞത്, പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുക എന്നുള്ളതാണ് ആ കർശനമായ കൽപ്പന. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു. ആഭരണ വിഭൂഷിതരായി തന്നെയാണ് പുറപ്പെടുന്നത്. ആ നിലയിൽ ചെങ്കടൽ കടക്കുവാനായിട്ട് ഇടവന്നു. ആ നിലയിൽ ചെങ്കടൽ കടന്നതിനെ സ്നാനത്തോട് ബന്ധിക്കപ്പെട്ട നിലയിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുമുണ്ട്. കടന്നതിന് ശേഷം മോശസ് ദൈവകൽപ്പന അനുസരിച്ച് സീനായി പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോശയെ കാണാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിലെ ഒരു വിഭാഗം എന്ന് ഞാൻ പറയട്ടെ, അഹ്റോനെ വളരെയധികം പ്രഷറൈസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആഭരണ വിഭൂഷിതരായിരുന്നെങ്കിലും കാതിലെ കുണുക്കുകൾ മാത്രമേ ഊരിക്കൊടുത്തുള്ളൂ. അതുമല്ല, ഒരു പൊൻ കാളക്കുട്ടി ഉണ്ടാകത്തക്കവണ്ണമുള്ള പൊന്ന് അഴിച്ചു കൊടുത്തു. അതിനു മുൻപിൽ നൃത്തവും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടുകൊണ്ടാണ് മോശസ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് 2 കൽപ്പലകളുമായിട്ട്. വളരെ ദൂരക്കാഴ്ച കണ്ണിനുണ്ടായിരുന്ന മോശസ് 2 കൽപ്പലകളും എറിഞ്ഞ് ഉടച്ചു കളയുവാനായിട്ട് ഇടവരികയും വളരെ ക്രോധത്തോടുകൂടെ അഹ്റോൻ്റെ അടുക്കൽ വന്ന് അഹ്റോനെ ചോദ്യം ചെയ്തപ്പോൾ അഹ്റോൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം പറയുവാൻ ഇടവന്നപ്പോൾ അതിനെ നിർബന്ധിക്കാൻ ഇടവന്നവരെ ഈ പൊൻകാളക്കുട്ടിയെ അത് തീയിലിട്ട് ഉരുക്കി ചാരമാക്കി അതിൻ്റെ വെള്ളം കുടിപ്പിച്ച നിലയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആഭരണം ധരിക്കുന്നതിൽ ദൈവത്തിന് ഒരു നിലയിലും പാപമായിരുന്നില്ല. അത് പാപമായിരുന്നെങ്കിൽ മിസ്രൈമ്യരോട് ചോദിച്ചു വാങ്ങി പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുവാൻ ഒരിക്കലും പറയത്തില്ല. മനുഷ്യനായിരിക്കുന്ന അഹ്റോൻ പറഞ്ഞു, അത് ഊരിക്കൊടുത്തു. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, ഇത് ധരിച്ചതാണോ പാപമായത്, ഇത് ഊരിക്കൊടുത്തതാണോ പാപമായത്? പിന്നെ ഇത് കുഴിച്ചിട്ടു എന്ന് പറയുന്നു. ഇന്ന സ്ഥലം തൊട്ട് ഇവർ ആഭരണം ധരിച്ചില്ല എന്ന് പറയുന്നു. ഓക്കെ, അതിനെ ഞാൻ എഗ്രി ചെയ്യുന്നുവെങ്കിലും പിന്നീട് ധരിച്ചുവോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ട ദൈവവചനം. അങ്ങനെ പിന്നീട് ധരിച്ചതായിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ പറയാം. അതിൻ്റെ കൃത്യത 2-3 കാര്യങ്ങളിലുണ്ട്. ഒന്ന്, ശൗലിൻ്റെ മരണശേഷം ദാവീദ് ശൗലിനെ വളരെ പ്രശംസിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നതെങ്കിൽ ഇസ്രായേൽ പുത്രിമാരുടെ വസ്ത്രങ്ങളിൽ വരെ ആഭരണം ഉണ്ടായിരുന്നു എന്നുള്ളത് പുകഴ്ത്തി പറയുന്ന ഒരു രംഗം അവിടെ കാണുവാൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ധരിച്ചിരുന്നു എന്നുള്ളത് അവിടെ പ്രസക്തമാണ്. പിന്നെ അടുത്തത് ദാനിയേലിനോടുള്ള ബന്ധത്തിലാണ്. ദാനിയേൽ സ്വപ്നവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാനിയേലിന് നല്ലൊരു ഉയർന്ന സ്ഥാനം ലഭിക്കുവാൻ ഇടവന്നപ്പോൾ കിരീടവും മോതിരവും ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൂടെ നടത്തുവാനായിട്ട് രാജാവ് തീരുമാനിച്ചപ്പോൾ രാജഭോജനം പോലും വേണ്ട എന്ന് നിഷ്കർഷയോടുകൂടെ പറഞ്ഞ ദാനിയേലും മറ്റും ഈ വിഷയത്തിലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് രാജാവിനോട് പറഞ്ഞതെങ്കിലും ആ നിലയിൽ മോതിരം ധരിക്കുകയോ കിരീടം ധരിക്കുകയോ ചെയ്തതായിട്ട് രേഖ ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ മണവാളിൻ്റെ തലപ്പാവിനെക്കുറിച്ചും മണവാട്ടിയുടെ ആഭരണത്തെക്കുറിച്ചും അത് മറക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തെളിവുകൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പല വേദഭാഗങ്ങളും ഉദ്ധരിപ്പാനായിട്ടുണ്ട്. ഇനി അടുത്തത് യോബിൻ്റെ പുസ്തകത്തിൽ യോബിൻ്റെ സ്നേഹിതർ വന്ന് ധനികനായിരിക്കുന്ന യോബിനോട് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പൊന്നു ഇതെല്ലാം തോട്ടിലെറിഞ്ഞ് കളയാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് നീ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ള ആശയത്തിലാണ് പറയുന്നതെങ്കിലും അതെല്ലാം വേണ്ടെന്ന് വെച്ച് കാണുമായിരിക്കാം യോബ് ഇവരുടെ വാക്കിൽ. എന്നാൽ പിന്നീട് ഈ സ്നേഹിതന്മാരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സമ്മാനമായിട്ട് യോബിനെ കൊണ്ട് കൊടുക്കുന്നത് മോതിരവും പൊൻനാണയങ്ങളുമായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇനി 45-ാം സങ്കീർത്തനം വേർപാട് സഭകളിലെ പല കല്യാണങ്ങൾക്കും വായിക്കാറുള്ളതാണ്. ഞാൻ പലപ്പോഴും എന്തൊരു വൈരുദ്ധ്യമാണ് ഇതെന്ന് ഞാൻ അവിടെ ഓഫീർ തങ്കത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും പ്രശംസനീയമായ നിലയിൽ പറയുമ്പോൾ അതൊരു പാപമാണെങ്കിൽ ഒരിക്കലും അത് പരാമർശിക്കുകയില്ല ദൈവവചനത്തിൽ. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉദാഹരണപ്പെടുത്തി കാണിക്കുവാൻ സാധിക്കും. ജോണിച്ചാന് വളരെ വിശദമായിട്ട് ആ ഭാഗം വളരെ നന്നായിട്ട് പറഞ്ഞു. വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ ആഭരണം അണിയിക്കണമെന്ന് ദൈവം ഒരു കൽപ്പന കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യം ജോണിച്ചാൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാനായിട്ട് ഇടയായത്. മറ്റൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം കൂടെ ഉണ്ട്. ആഭരണം മോശമാണെന്ന് വയ്ക്കുക. മോശമായ ആഭരണം ദൈവമാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. അങ്ങനെ അവരത് ധരിക്കാനും ഇടയായി. അപ്പം അവരാഭരണം ധരിച്ചതിൻ്റെ കുറ്റക്കാരൻ ദൈവമാണ്. വാസ്തവത്തിൽ ദൈവത്തെ നമ്മൾ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമല്ലേ. ദൈവം മോശമായ ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. ഒരു പിതാവ് മക്കൾക്ക് കള്ള് കുടിക്കാനായിട്ട് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നത് പോലെയോ അതിലും മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ദൈവം മേടിച്ചു കൊടുത്ത കാര്യം അവർ വിഗ്രഹത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചുവെങ്കിൽ ആ വിഗ്രഹാരാധനയുടെ ഉത്തരവാദിയും ദൈവമല്ലേ. നല്ലൊരു കാര്യം കൊടുത്ത് അവർ ദുരുപയോഗം ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. ഇപ്പം മക്കൾക്ക് അവർക്ക് ഒരു വാഹനത്തിൻ്റെ ആവശ്യമുണ്ട്. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് ദൈവഹിതമാണെന്ന് കണ്ടെത്തി നല്ലതാണെന്നുള്ള ബോധ്യത്തിൽ മേടിച്ചു കൊടുത്തു. അവരത് പിന്നീട് ദുരുപയോഗം ചെയ്താൽ ദുരുപയോഗം ചെയ്തവരുടെ ഉത്തരവാദിത്വമാണ്. അതേസമയത്ത് മാതാപിതാക്കൾ കള്ള് മേടിച്ചു കൊടുത്തു, മക്കളത് പിന്നീട് കുടിച്ചു, ആരെങ്കിലും കുത്തിക്കൊന്നു, ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ആരാ? മാതാപിതാക്കളല്ലേ. അപ്പോൾ ആഭരണം മോശമാണെങ്കിൽ, ധരിച്ചാൽ പാപമാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിയായിട്ട് വരുന്ന ദൈവം തന്നെയാണ്. മാത്രമല്ല, അതുകൊണ്ട് അവരെന്തൊക്കെ ദുരുപയോഗം ചെയ്യുന്നു അതിൻ്റെ ഉത്തരവാദിയും ദൈവം തന്നെയാണ്. മറിച്ച് ഇതൊരു നല്ല കാര്യമായിരുന്നു, ഒരു നല്ല പർപ്പസിന് ഉപയോഗിക്കാവുന്നതായിരുന്നു, ദൈവം അവർക്കത് കൊടുത്തു, പക്ഷേ അവരത് ദുരുപയോഗം ചെയ്തു എന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ തെറ്റ് ചെയ്തവർ തന്നെയാണ്. പണത്തെക്കുറിച്ച് ഇത് വാസ്തവത്തിൽ വളരെ സത്യമാണ്. ദൈവം നമുക്ക് പണം തരുന്നു, അത് ഒരു ദാനമായിട്ട് തന്നെ തരുന്നതാണ്. എന്നാൽ നമ്മളത് ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ്. അതേസമയത്ത് പണം മ്ലേച്ഛമായ ഒരു കാര്യമാണെങ്കിൽ അത് നമുക്ക് തരികയും നമ്മൾ ദുരുപയോഗം ചെയ്യുകയോ അല്ലാതെ കൊണ്ടു നടക്കുകയോ ചെയ്താലും ദൈവം കുറ്റക്കാരനായിട്ട് മാറും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊരു പുതിയ നിയമ ഉപദേശമോ അപ്പസ്തോലിക ഉപദേശമോ അല്ല. അങ്ങനെയെങ്കിൽ കേരളത്തിലെ പിതാക്കന്മാർ
അവരുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്ത നല്ലൊരു ശീലമെന്നുള്ള നിലയിൽ ഒരു പ്രാദേശിക സഭയ്ക്ക് ആ സ്ഥലസഭയിലുള്ള വിശ്വാസികളോട് നിർബന്ധമായിട്ട് ആഭരണവർജനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടാവുമോ? അവർക്ക് അതിനുള്ള അധികാരമില്ലേ? തിരുവചനത്തിൽ പഠിപ്പിക്കാത്ത ഒരു ഉപദേശവും പഠിപ്പിക്കാൻ ഒരു സഭയ്ക്കും ഒരു ഉപദേഷ്ടാവിനും ഒരു പ്രാസംഗികനും അവകാശമില്ല. ദൈവവചനത്തിലെ സത്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ചുമതലയാണ് സഭകളെയും ഉപദേഷ്ടാക്കന്മാരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ പറയാത്ത ഏതെങ്കിലും ഒരു ഉപദേശം പഠിപ്പിച്ചാൽ അത് മാനുഷിക കൽപ്പനയാണ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും ഏറ്റവും അധികം പരീശന്മാരെ ചോദ്യം ചെയ്തത് അവർ പഠിപ്പിച്ച മാനുഷിക കൽപ്പനകളെക്കുറിച്ചാണ്. കിണ്ടികിണ്ണങ്ങളുടെ പുറം പിടിപ്പാക്കണമെന്നൊക്കെയുള്ള കൽപ്പന കർത്താവ് തന്നെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം വചനത്തിൽ അടിസ്ഥാനമില്ലാത്തതും അതേസമയം ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു നേതാവോ ഒരു വചനാധ്യാപകനോ അത് പഠിപ്പിച്ചാൽ അത് വെറും മാനുഷിക ഉപദേശമാണ്. അത് നിർബന്ധിതമായിട്ട് നടപ്പാക്കാനായിട്ട് ആർക്കും അവകാശമില്ല. മാത്രമല്ല, തിരുവത്താഴം തടയുകയും സ്നാനം തടയുകയും വിവാഹം തടയുകയും ചെയ്യുന്നത് പോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ അത് പാപമാണ്, ശിക്ഷാവിധി വിളിച്ചു വരുത്തും എന്നുള്ളതിനും ഒരു സംശയവുമില്ല. അല്ല, പ്രായോഗികമായി നല്ല കാര്യം നമ്മുടെ ആത്മീയ സമൂഹത്തിൻ്റെ തനിമയെ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരിക്കില്ലേ ഇത് വർജിക്കണമെന്ന് പറയുന്നത്? ഞാൻ പിന്നെ എടുത്തു പറയുകയാണ്, ദൈവവചനത്തിലെ ഉപദേശങ്ങളാണ് വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു നിലയിലും മാനുഷികമായുള്ള പ്രമാണങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളതല്ല. അതുമല്ല, ഒരു പ്രാദേശിക വിഷയത്തിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. ഉദാഹരണത്തിന് എന്നോടൊരു ദൈവദാസൻ പറഞ്ഞത്, ലോകത്തിൽ ഈ കൊച്ചു കേരളത്തിലല്ലാതെ ഒരു വിശ്വാസ സമൂഹത്തിലും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിലും ഇപ്രകാരം ഒരു വിഷയമേ ഇല്ല എന്നതാണ്. അതാണ് എന്നെ ചിന്തിപ്പിക്കാനായിട്ട് ഇടവന്നത്. മാത്രമല്ല, കേരളത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയും കേരളത്തിന് വെളിയിൽ മറ്റൊരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുന്ന നില. ഞാനൊരു ദേവദാസനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കേരളത്തിൽ ആഭരണത്തോടു കൂടെ സ്നാനപ്പെടുത്തുകയില്ല, കേരളത്തിന് വെളിയിൽ സ്നാനപ്പെടുത്തും. അത് സ്നാനപ്പെടുത്തിയതായിട്ടുള്ള തെളിവ് താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഒരു മാനുഷിക പ്രമാണം ഒരിക്കലും അത് അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ ദൈവകൽപ്പനയായിരിക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഉയർത്ത് എഴുന്നേറ്റ് അതിന് ശേഷവും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപുമായി കൽപ്പിച്ച കൽപ്പന ആകുന്ന സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ നിലയിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഈ ഒരു മാനുഷിക പ്രമാണം കൂടെ അവിടെ കൊണ്ടുവന്ന്, ഞാനിങ്ങനെ പറയട്ടെ, കർത്തൃമേശ പോലും അവഗണിക്കുന്ന നില ഉണ്ടായാൽ അത് ദൈവപ്രമാണമാണോ അത് മാനുഷിക പ്രമാണമാണോ എന്ന് ചോദ്യകർത്താവ് തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവവചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്തതും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതുമായ ജീവൻ്റെ വചനമാണ്. അത് ദൈവനിശ്വസ്തമായി എഴുതപ്പെട്ടതാണ്. അതിൽ ഒരു കാരണവശാലും നമുക്ക് അനുരഞ്ജനം ചെയ്യാൻ പാടില്ലാത്ത അടിസ്ഥാനപരമായ പല ഉപദേശ സത്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ കന്യാജന്മം, രക്ഷ പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്, യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. അങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരു രീതിയിൽ നമുക്കതിനോട് അനുരഞ്ജനം നടത്താൻ പറ്റില്ല. എന്നാൽ ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള പല ഉപദേശങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മഹാവിഘടന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന 2 സാക്ഷികൾ. ആ സാക്ഷികൾ ചിലർ പറയുന്നത് ഏലിയാവും മോശയുമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് ഇവർ രണ്ടുമല്ല, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിനൊരിക്കലും ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഉപദേശവുമായിട്ട് അതിന് ബന്ധമില്ലാത്ത ആശയപരമായ ഒരു വ്യത്യസ്തതയുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു നമ്മുടെ ആത്മീയ ജീവിതത്തെയോ അല്ലെങ്കിൽ അടിസ്ഥാന ഉപദേശത്തെയോ ബാധിക്കാത്ത ഒരു ലഘുവിഷയമായിട്ടാണ് നിങ്ങൾ ഈ ആഭരണ ധാരണം എന്നുള്ള വിഷയത്തെ കാണുന്നത്, അല്ലേ? അങ്ങനെയുമല്ല. അതായത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ട്.
എന്നാൽ മാനുഷിക ലിമിറ്റേഷൻ കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട്. വാസ്തവത്തിൽ വചനത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ മാനുഷിക പരിമിതി മുഖാന്തരം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അല്പം കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ആഭരണവർജനം എന്ന് പറയുന്നത് വചനത്തിൽ അങ്ങനെയുള്ള ഒരു ഗ്രേ ഏരിയ ആയിട്ട് പോലും കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. വചനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, യേശുക്രിസ്തു മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് യോഹന്നാൻ വെളിപ്പെടുത്തി തരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാറത്തുള്ള ആ പൊന്ന് പാപമാണെന്നൊരു ഡോക്ട്രിൻ, അത് അതിരുകടന്ന കൈയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഗ്രേ ഏരിയയിൽ വരുന്ന ഒരു ഡോക്ട്രിനുമല്ല ആഭരണധാരണം എന്ന് പറയുന്നത്. ഇതൊരു മാനുഷിക ഉപദേശമാണ്. ആ മാനുഷിക ഉപദേശം ഉണ്ടാക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അന്ന് അതുണ്ടാക്കിയവർ നല്ലാന്തരത്തിൽ ഉണ്ടാക്കിയതുമാണ്. ആ കാലഘട്ടത്തിന് ഒരു പക്ഷേ അന്ന് അത് ഉപയോഗപ്രദമായിരുന്നിരിക്കാം. പക്ഷേ അത് അടിച്ചേൽപ്പിക്കുകയോ അതിൻ്റെ പേരിൽ ദൈവിക കൽപ്പനകൾ ലംഘിക്കുകയോ ചെയ്താൽ അത് വലിയ ഗൗരവകരമായൊരു കാര്യമാണ്. സ്നാനം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന കൽപ്പന തന്നെയാണ്. അപ്പം ഇങ്ങനെയൊരു മാനുഷിക കൽപ്പനയുടെ പേരിൽ സ്നാനം പോലുള്ളൊരു അടിസ്ഥാന കൽപ്പന ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പുതിയ നിയമത്തിൽ 1 തിമോത്തിയോസ് 2:9-10, 1 പത്രോസ് 3:3-4 വാക്യങ്ങളിൽ ആഭരണധാരണം വിലക്കുന്ന നിലയിലുള്ള വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല എന്നുള്ള ഒരു നിഷേധാത്മകമായ വചനമാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ പുതിയ നിയമം അത് ശക്തമായ ഭാഷയിൽ ആഭരണധാരണത്തെ വിലക്കുന്ന വാക്യങ്ങളായിട്ട് വേണ്ടേ നമ്മളത് പരിഗണിക്കാൻ. പിന്നെ അതിനെങ്ങനെയാണ് ഉണ്ട് എന്നുള്ളൊരർത്ഥം വരുന്നത്?